വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് നേട്ടം. ഇനി ചരക്കുകൾ തുറമുഖത്ത് നിന്ന് റോഡ് റെയിൽ മാർഗം കൊണ്ടുപോകാം. പൂർണ്ണതോതിലുള്ള ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റിന് അനുമതിയായി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ സാധ്യതകൾ എത്രത്തോളം എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ അനുമതി എത്രയും വേഗം കൊടുക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയും അതിന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പുറത്തിറക്കുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ നമ്മൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നടക്കുന്നത് ഷിപ്പ് ടു ഷിപ്പ് ട്രാൻസ്മിഷൻസുകൾ മാത്രമാണ്. അതായത് ഈ റോഡ് മാർഗമുള്ള ട്രാൻസ്പോർട്ടേഷൻ അതല്ലെങ്കിൽ ചരക്ക് നീക്കം അത് നമുക്ക് സാധ്യമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ ചരക്കുകൾ തുറമുഖത്ത് നിന്ന് റോഡ് മാർഗം കൊണ്ടുപോകാനുള്ള ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റിന് അനുമതിയായിട്ടുണ്ട്. അത് സ്വാഭാവികമായും വിഴിഞ്ഞം പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്. നമുക്കറിയാം, റിംഗ് റോഡ് അടക്കമുള്ള കാര്യങ്ങൾ നിർമ്മിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു സൗകര്യത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതിന്റെ പണികളൊക്കെ ഒരു ഘട്ടത്തിൽ പൂർത്തീകരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ പുതിയ ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റിന് അനുമതിയാവുന്നതോടുകൂടി ഇനി ആളുകൾക്ക് ഇവിടേക്ക് വന്നിറങ്ങാം, ബാക്കി ചരക്ക് നീക്കം റോഡ് മാർഗം നടപ്പാക്കാൻ കഴിയും. അതിനൊക്കെ അപ്പുറത്തേക്ക് ക്രൂ ചേഞ്ചിങ് എന്ന് പറയപ്പെടുന്ന കാര്യത്തിനു കൂടി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് അനുമതി ലഭിക്കുകയാണ്. നേരത്തെ നമുക്കറിയാം പലതരത്തിലുള്ള ക്രൂ ചേഞ്ചിങ് ഈ വിഴിഞ്ഞം പരിധിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ വിഴിഞ്ഞം തുറമുഖത്ത് അന്താരാഷ്ട്ര തുറമുഖത്ത് അത് ഉണ്ടായിരുന്നില്ല. അതും ആ ക്രൂ ചേഞ്ചിങ്ങും ഇനി വിഴിഞ്ഞത്ത് ഉണ്ടാകും. അതിനു വേണ്ടിയിട്ടുള്ള ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റിനാണ് ഇപ്പോൾ അനുമതി നൽകിയ നോട്ടിഫിക്കേഷൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിട്ടുള്ളത്. ഹഷ്മി, ഇന്ന് മുതൽ റോഡ് റെയിൽ മാർഗം എന്ന് പറഞ്ഞാൽ ഇത് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിന്റെ അടുത്ത സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ റോഡ് മാർഗം ചരക്കെത്തിക്കാം എന്നൊരു ഗുണം കൂടി, എന്നൊരു മെച്ചം കൂടി ഉണ്ടല്ലോ ഷഫീദ്. ഇന്ന് മുതൽ ആ നടപടിക്രമങ്ങൾ തുടങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഹഷ്മി, ഉറപ്പായിട്ടും. അതായത് പല തുറമുഖങ്ങൾ, പ്രത്യേകിച്ച് മംഗലാപുരം, ചെന്നൈ അടക്കം സംസ്ഥാനത്തിന് പുറത്തോട്ടുള്ള പല സംസ്ഥാനങ്ങളിലെ തുറമുഖങ്ങളെ കണക്ട് ചെയ്യുന്ന ഒരു വലിയ പദ്ധതി, അതാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ സാധ്യത എന്ന് പറയുന്നത്. നമുക്കറിയാം, നിലവിൽ ഇപ്പോൾ നടത്തുന്ന ജെയ്ഡ് സർവീസ് അടക്കമുള്ള കാര്യങ്ങൾ അതടക്കം ഈ റോഡ് മാർഗമുള്ള മൂവ്മെന്റ്സ് വരുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാകും. അത് ഏതെങ്കിലും തരത്തിൽ കേരളത്തിനകത്തുള്ള ചരക്ക് നീക്കം മാത്രമല്ല, കേരളത്തിന് പുറത്തേക്ക് പല സംസ്ഥാനങ്ങൾ കണക്ട് ചെയ്തുകൊണ്ടുള്ള ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പല തുറമുഖങ്ങൾ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള റോഡ് മാർഗമുള്ള ചരക്ക് നീക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി പോസിബിൾ ആകും. ഇക്കാര്യത്തിൽ മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് റിംഗ് റോഡ് നിർമ്മാണം, വിഴിഞ്ഞം നാവായിക്കുളം റിംഗ് റോഡ് നിർമ്മാണം, അതേപോലെ തന്നെ കഴക്കൂട്ടം കാരോട് ബൈപ്പാസുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ, അതൊക്കെ ഏതാണ്ട് പൂർണ്ണ അർത്ഥത്തിൽ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് വരികയാണ്. എത്രയും പെട്ടെന്ന് അത്തരത്തിലുള്ള നീക്കങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. മാത്രമല്ല, വലിയ വലിയ കപ്പലുകൾ, നമ്മൾ നേരത്തെ പലതവണ പറഞ്ഞിട്ടുണ്ട്, MSC മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെയൊക്കെ കപ്പലുകൾ വിഴിഞ്ഞത്തേക്ക് വന്ന സാധ്യതകൾ ഇതിനോടകം തന്നെ കണ്ടെത്തിയിട്ടുള്ളവരുടെ ജെയ്ഡ് സർവീസ് അടക്കമുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ സജീവമായി പ്രവർത്തിപ്പിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഇങ്ങനൊരു അനുമതി കൂടി കിട്ടുമ്പോൾ, അതായത് റോഡ് മാർഗമുള്ള ചരക്ക് നീക്കത്തിനുള്ള അനുമതിയും അതേപോലെ തന്നെ ക്രൂ ചേഞ്ചിങ്ങിനുള്ള അനുമതി കൂടി കിട്ടുമ്പോൾ വിഴിഞ്ഞത്തിന്റെ സാധ്യതകൾ കൂടുതൽ വിശാലമാകും. മാത്രമല്ല, നമുക്ക് ഉടൻ തന്നെ അത്തരത്തിലുള്ള ചരക്ക് നീക്കങ്ങൾ നമ്മുടെ റോഡുകളിൽ കാണാനും സാധിക്കും.